വടകരയിൽ ആട് ഫാം ഉടമയെ ഒരു സംഘം ആക്രമിച്ചതായി പരാതി. സർക്കാർ അംഗീകൃത ഗോഡ് ഫാം ഉടമ നടക്കുതാഴ വലിയ പറമ്പത്ത് റിയാസിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം. 2 ബൈക്കുകളിലെത്തിയ സംഘം തലക്കിടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. കല്ലുകൾ ഉപയോഗിച്ചെറിഞ്ഞെന്നും അക്രമ കാരണം അറിയില്ലെന്നും റിയാസ് പറഞ്ഞു. തലയ്ക്ക് 4 തുന്നുകളുണ്ട്. ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയവരാണ് ആക്രമിച്ചത്. റിയാസ് വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അക്രമി സംഘത്തിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഞാൻ 28 വർഷമായിട്ട് മാക്കോൽപ്പടിയിൽ ആട് ഫാം നടത്തുന്ന ഒരാളാണ്. അപ്പം ഞാൻ മെനഞ്ഞാന്ന് വൈകിട്ട് ഒരു 4:30 മണി സമയത്ത് ഒരു 6 പേരുണ്ട് ബൈക്കിൻ്റെ മുകളിൽ വന്ന് എന്നെ ആക്രമിക്കുക ചെയ്ത് ഫാമിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. ഞാൻ ഫാമിൻ്റെ ഗേറ്റ് അടച്ചിട്ടായിരുന്നുള്ളത്. ഗേറ്റ് ഒരു തള്ളി തുറക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു ഗേറ്റ് തുറന്നു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ആടിന് വേണ്ടി ഒരു കസ്റ്റമർ വരേണ്ടതുണ്ടായിരുന്നു. അവരാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഗേറ്റിന് തുറക്കാൻ പോയത്. നോക്കുമ്പോൾ ഇവർ കാരിയിട്ട് അടിയാണ്. കരിങ്കല്ലെല്ലാം എടുത്തിട്ടാണ് തലക്കടിച്ചത്. അപ്പം ഞാൻ പിന്നെയും ഇവർ അടിക്കുന്ന നേരം ഞാൻ ഫാമിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞ് കയറി എൻ്റെ ഇലവെട്ടുന്ന കൊടുവാളെടുത്ത് കൈ പിടിച്ചു. ഇന്നേരമാണ് അവർ ദേശം പിന്നോട്ടും അടിച്ചത്. എന്നതിന് ശേഷം വീണ്ടും പിന്നെ കല്ലെടുത്ത് ഏറാണ് അവർ ചെയ്യുന്നത്. എനിക്ക് ഇവരാരാന്ന് പറഞ്ഞാൽ ഇവർ കൊട്ടേഷൻ കാണാം. പക്ഷേ ഇവർ പിന്നെ വേറെ ആരോട് വിളിച്ച് പറയുന്നുണ്ട്. ഇവരെൻ്റെ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. പിന്നെ എന്നോട് ചോദിക്കുന്നത് ഇൻ്റെ പേരെന്നാ, പേര് പറയാന്നാണ് പറയുന്നത്. ഇൻ്റെ പേര് പറയാന്ന് പറഞ്ഞാൽ ഇവരടിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഇവർ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഓടിയിട്ട് പുറത്തുനിന്ന് പിന്നെ കല്ലെടുത്ത് ഏറാണ്. അപ്പോൾ ഇവരെ കൂട്ടത്തിലോരോട് വിളിച്ച് പറയുന്നത് വാളെടുക്ക് വണ്ടിയിൽ നിന്ന്. അപ്പോൾ ഞാൻ പിന്നെ ഭയന്ന് ഞാൻ ഉള്ളിലേക്ക് തന്നെ വാങ്ങി നിന്ന് ഇവർ കല്ലുകൊണ്ട് ഏറാണ്. ഇതാണ് നടന്നത്. എന്നതിന് ശേഷം ഇവർ പറഞ്ഞ കുടുംബത്തോടെ ഇല്ലാണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഇല്ല, ഞാൻ ഇവരുമായിട്ട് അല്ലെങ്കിൽ ഇവരെ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരാളെ നമുക്ക് അറിഞ്ഞാലല്ലാണ്ട് ഇപ്പോൾ എന്നെ തമ്മിൽ അറിയണ്ടേ. അവർക്ക് എന്നെ അറിഞ്ഞുകൂടാലോ. അങ്ങനെയാണെങ്കിൽ അവർ പേര് ചോദിക്കൂല. എന്നതിന് ശേഷം ഇതല്ല അങ്ങനെ ഒരാളെ ഞാൻ അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ തന്നെ അവർ പരാതിയോ അല്ലെങ്കിൽ അവരെ അച്ഛനോ അവരുണ്ടാവില്ല, അവരാരെങ്കിലും വന്നോ ഇതുവരെ എന്നോട് അങ്ങനെ ഒരാൾ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഒരാളെ അടിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം? ചെറുപ്പക്കാരാ. ഇവർ ഏകദേശം 25-30 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി പ്രകാരം പോലീസ് അന്വേഷിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലിപ്പോൾ അതിൽ ഒരാളെ എനിക്ക് എൻ്റെ ഒരു CC ക്യാമറ ഉള്ളതുകൊണ്ട് അതിൽ തിരിച്ചറിഞ്ഞ പ്രകാരം ഞാൻ ഒരാളെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. തലക്ക് തുന്നുണ്ട്. തലക്ക് 4 തുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ട്യൂമറിൻ്റെ ഓപ്പറേഷൻ 2 പ്രാവശ്യം ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെവിൻ്റെ ബാക്കിൽ കട്ട് ചെയ്തതാണിത്. അപ്പോൾ ഇവിടെയാണ് ഇവർ അടിച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ വീണ്ടും സർജറി ചെയ്യേണ്ടി വരും. അന്ന് തന്നെ 5 ലക്ഷം രൂപ നമുക്ക് സർജറിക്ക് ചിലവായതാണ്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ?